ലിവിങ് എക്സാമ്പിൾസ് പറഞ്ഞാലേ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവൻ എന്തോ 4 നരയല്ലേ വന്നിട്ടുള്ളൂ, ഫുള്ള് നരച്ചേച്ച് വന്നു. ഇതാണ് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എത്ര പേർക്ക് അറിയാം? അദ്ദേഹത്തിന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം റൊണാൾഡോയുടെ അവരുടെ ടീച്ചർ, സ്കൂളിലെ ടീച്ചർ പറഞ്ഞ മറുപടികൾ, നീ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നടന്നോ, അമ്മാരെ എയർപോർട്ട് വാങ്ങിച്ചു പോയി ജീവിതത്തിൽ വിജയിക്കുമെന്ന്. ഇന്ന് ആ രാജ്യത്തെ എയർപോർട്ടിൽ കുഴി പണിത് കൊടുത്ത, സ്കൂളുകള് ഹോസ്പിറ്റലുകള് മുഴുവൻ ആ കുഴി പണിത് കൊടുത്ത, എയർപോർട്ട് വാങ്ങിച്ചാൽ വേണം ഈ വന്ന് വർക്ക് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഡിഫറൻസ്. എന്ന് വെച്ചാൽ പഠിക്കരുത് എന്നല്ല, A+ വാങ്ങണം, ബട്ട് യു ഹാവ് ടു പ്രൂവ്. ഇതുപോലെ വാങ്ങിച്ച് ഛർദ്ദിച്ച് പോകുന്നവരല്ല. ഐ നോ വാട്ട് ഐ ലേൺ. ഞാൻ വായിച്ച് പഠിച്ചത് എന്ത് എന്ന് എനിക്ക് അറിയാം എന്ന് തെളിയിക്കണം. ചിലപ്പോൾ നിങ്ങൾ പാടാൻ കഴിവുള്ള കുട്ടികളായിരിക്കാം, വരയ്ക്കാൻ കഴിവുള്ളതായിരിക്കാം, വാട്ട് എവർ യുവർ ടാലന്റ് ഈസ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നേരത്തെ ടീച്ചർ പറഞ്ഞിട്ട് പോയി എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ പൊട്ടുമെന്ന് അറിയാം. യെസ്, ദാറ്റ് ഈസ് യുവർ ഗേറ്റ് വേ. ലോകത്തിലേക്കുള്ള നിങ്ങളുടെ ഗേറ്റ് വേ ആണ് ആ മൊബൈൽ ഫോൺ. നിങ്ങൾക്ക് അതിലിരുന്ന് മുഴുവൻ ആക്സസ് ചെയ്യാം. ഇവിടെ ഇരുന്ന് ഡോളറിൽ പൈസ ഉണ്ടാക്കുന്ന പിള്ളേരെ ഇരിക്കും, അവര് പാട്ട് പാടുന്നതാണ്, PPT ഉണ്ടാക്കുന്നവരാണ്. വലിയ ജോലികളൊന്നുമല്ല, വളരെ എളുപ്പമുള്ളത്, നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. ലീഗൽ വെബ്സൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഫൈവർ, അത് എഴുതിയെടുത്തു. ബാക്കി ഒന്നും എഴുതിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റിന്റെ പേര് നിങ്ങൾ എഴുതിയെടുക്കും. ഫൈവർ, FIVER, ഫൈവർ. ഇതൊരു ഫ്രീലാൻസ് വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് എന്തിനെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ഗിഗ് പോസ്റ്റ് ചെയ്യാം. ഐ ക്യാൻ ഹെൽപ്പ് യു ടു മേക്ക് എ PPT. ഐ ക്യാൻ ഹെൽപ്പ് യു ടു മേക്ക് സംതിങ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പുള്ളി ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്നത് എല്ലാവരും കണ്ടു. പക്ഷെ അവിടെ എത്താൻ പുള്ളിയുടെ കഠിനാധ്വാനം ആരും കണ്ടിട്ടില്ല. എത്ര മണിക്കൂർ പുള്ളി വർക്ക് ചെയ്തെന്നോ, എത്ര ഹൈയസ്റ്റ് ജമ്പ് വാസ് 2.8 മീറ്റർ. കൂടുള്ളവർ ചാടുമ്പോൾ ഇങ്ങനെ താഴെ നിൽക്കത്തേ ഉള്ളൂ, പുള്ളി അങ്ങ് ആകാശത്തേ ഉള്ളൂ. How hard was it? കാണുക, അവൻ ഫുട്ബോളിൽ വെച്ച് നടക്കുക. But no, it was hard. നമ്മുടെ നാട്ടില് പണ്ട് പത്രത്തിൽ വന്നൊരു ന്യൂസ് എനിക്ക് ഓർമ്മയുണ്ട്. ഹുസൈൻ ബോൾട്ട് ഇത്ര സെക്കൻഡ് ഓടി ഇത്ര മില്യൺ ഉണ്ടാക്കി. അത്ര സെക്കൻഡിൽ അത്ര ദൂരം ഓടാൻ 22 വർഷം പ്രയത്നം ചെയ്തു. അതാരും കാണൂല. അവനെ വാങ്ങിച്ച മില്യന്റെ കണക്ക് മാത്രമേ അറിയുള്ളൂ. ദിസ് ഇസ് സോഷ്യലിസം. അതാണ് ട്രബിൾ. നിങ്ങൾ പണിയെടുക്കാൻ റെഡിയാണ് എന്നും എന്റെ കഴിവ് ഇതാണ് എന്നും നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് എങ്കിൽ യു ആർ എ ക്യാപിറ്റലിസ്റ്റ്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ടീമിൽ ഒരു 10-15 പേരുണ്ട്. നിങ്ങൾ വളരെയധികം അധ്വാനിച്ച് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ്സ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്, വലിയ റിവാർഡ് വന്നു. ബാക്കി എല്ലാവരും വെറുതെ സൈഡിൽ ചോദ്യം തീർച്ചയായിട്ടും വിചാരിക്കുക. ആ കിട്ടിയ ബോണസ് ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് സോഷ്യലിസം എന്ന് പറയും. ചുമ്മാ ഇരിക്കുന്ന അത് കൊടുക്കുക. നിന്റെ അധ്വാനത്തിന് നിനക്ക് കിട്ടുന്നത് ക്യാപിറ്റലിസം. പ്രോബ്ലം എന്തുവാ? നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ക്യാപിറ്റലിസ്റ്റ് ആണ്, അല്ലാത്തപ്പോൾ മെജോറിറ്റി സോഷ്യലിസ്റ്റ് ആണ്. എനിക്ക് കിട്ടുന്നത് വെറുതെ ഇരുന്നാലും. ഈ മെന്റാലിറ്റി എന്ന് നിങ്ങൾ മാറ്റുന്നു, നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഇറങ്ങുന്നു. ഞാൻ എഗെയിൻ പറഞ്ഞു, ഇതിനകത്ത് ചിലപ്പോൾ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഇതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ലീഡർ ആവുന്ന ആഗ്രഹമില്ല. Honestly, for some reason. എന്ന് വെച്ചാൽ നാളെ നിങ്ങൾ ചെയ്യാനിരിക്കുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ പരിപാടിയിൽ ഇറ്റ്സ് ഓൺ മൈ ഷോൾഡേഴ്സ് എന്ന് ചിന്തിച്ചാൽ ചില ഉറക്കം വരുന്നത്. ശരിയാണ്, മനുഷ്യന്മാരാണ്, ചിലർക്ക് സാധിക്കില്ല. ഇറ്റ്സ് ഓക്കെ, ബി ദ സപ്പോർട്ടിംഗ് ഗായ്. ഇറ്റ്സ് ഓക്കെ, ബട്ട് സപ്പോർട്ട് ദ ബെസ്റ്റ്. നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ആക്സസ് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ എത്തുക. ദാറ്റ്സ് ദ ഓൺലി വേ യു ക്യാൻ പ്രോഗ്രസ്. നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്ന 5 പേരെ എടുക്കുക. ഇവരുടെ ആവറേജ് മാത്രമേ നിങ്ങൾ ആകുകയുള്ളൂ എന്നും. അതുകൊണ്ടാണ് ഈ ഫോട്ടോസ് ഇപ്പോഴും കണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് പൈസ ഉണ്ടാക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ചുറ്റുവട്ടത്ത് ആരും മില്യനേഴ്സ് ഇല്ല. What can you do? You don't have a hope. ഒരു മില്യനർ വന്ന് എന്ത് വരില്ല, അണ്ണാ സംസാരിച്ചോട്ടെന്ന് പറയാം. No. അവരൊക്കെ എഴുതി ഇറക്കിയ ബുക്കുകൾ ഒരുപാടുണ്ട്. അതെടുക്കുക, വായിക്കുക. അപ്പൊ സ്കൂളിലും വീട്ടുകാരും പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഓണസ്റ്റ് ആണ്, വായിക്കുക. അത് എന്ത് വായിക്കണോ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എല്ലാ കുടുംബവും ആവറേജ് ആയിട്ട്, ബിലോ ആവറേജ് ആയിട്ട്, മിഡിൽ ക്ലാസ് ആയിട്ടാണ് തുടങ്ങുന്നത്. അൺലെസ് ദ വൺ ഷോസ് അപ്പ്, ദ വൺ. ആ വൺ ആവാൻ ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഇറ്റ്സ് ഈസി. എന്ന് വെച്ചാൽ എനിക്ക് ആ വൺ ആകണം. ഈ ഫാമിലി ട്രീ ഇതുവരെ വന്നത്
ഇങ്ങനെ ആയിരിക്കാം. ബട്ട് ഇവിടുന്ന് അത് അങ്ങനല്ല തീരുമാനിക്കുന്നത് നിങ്ങളാ. അതിനുള്ള വർക്ക് നിങ്ങൾക്ക് ഇടാമെങ്കിൽ ദ ഫാമിലി ട്രീ ചേഞ്ചസ്. പിന്നീട് നിങ്ങളുടെ പേരിൽ അറിയപ്പെടുക ആ കുടുംബം. ഇത് നിങ്ങളല്ല എങ്കിൽ അടുത്ത 5 തലമുറയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരുത്തം വരും നട്ടലുള്ളവൻ, അന്ന് അവൻ ആ ഫാമിലിയുടെ ചരിത്രം മാറ്റും. ബട്ട് വൈ വെയിറ്റ്? ഇന്ന് നിങ്ങളുടെ അപ്പൻ അമ്മ അധ്വാനിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമം കൊണ്ടേക്കുന്നത് ഇന്നും 65-70 വയസ്സായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ചിലർ നിങ്ങൾ നടന്നു നോക്കിയാൽ മതി. വൈ? ചിലപ്പോ ഇതേപോലെ എംഎസ് വാങ്ങിച്ച ഒരു വ്യക്തിയുടെ ഫാദറും അതും ആയിരിക്കാം. വൈ അവർക്ക് ഒരു ഏർലി റിട്ടയർമെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല? ഇതെല്ലാം ഒരു ചോദ്യമാണ്. കാരണം ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നിങ്ങൾ നടക്കുക. ഇതൊരു പ്രോബ്ലം എന്തായാലും ഈ പൈസയുടെ കാര്യം മുഴുവൻ പറയുമ്പോഴും പല ആളുകളും ചിന്തിക്കാത്ത കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവര്. തിങ്ക് അബൌട്ട് ദം. അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അവരും പഠിച്ചവരാണ്. വൈ? ഇനി എന്ന് വെച്ചാ എങ്ങും ഒരിടത്തും പൈസയെ കുറിച്ച് ആരും പഠിപ്പിക്കും. ദിസ് ഈസ് ദ റീസൺ വൈ. ലോട്ടറി അടിച്ച് പൈസ ആയവൻ പാപ്പരെ, സെലിബ്രിറ്റി ആയവൻ പാപ്പരെ. വൈ? പൈസയെ കുറിച്ച് ആരും പഠിപ്പിച്ച് കൊടുത്തില്ല. ഓ, ഒരു ഫേമസ് ബോക്സർ ഉണ്ടല്ലോ, മൈക്ക് ടൈസൺ. ഓക്കെ, ഏതാണ്ട് $435 മില്യൺ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യൻ അവിടെ നിന്ന് താഴെ വന്ന് ബാങ്ക്രപ്റ്റ് ആയി. ഇത് തിരിച്ചു കയറിപ്പോയി. ബട്ട് വൈ? ബാങ്ക്രപ്റ്റ് ആയത് പൈസയെ കുറിച്ച് അറിയാത്തത് കൊണ്ട്. തിരിച്ചു കയറി പോയത് ഈ സ്കിൽ, അതിനെ കമ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഉള്ളിലെ തീ അണയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാവരും ഉണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞ സെൽഫിഷാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഗോൾഡ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. കുറെ കാലം മുമ്പ് കുറച്ചു പേരെടുത്ത തീരുമാനമാണ്. ഇന്ന് നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കി, പലരോളം വലിയ വീടുകൾ നിരന്ന് കിടക്കുക. ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാര്, ബാങ്കേഴ്സ് എല്ലാം അവിടുന്ന. ഒരു തലമുറയുടെ അധ്വാനം, സാക്രിഫൈസ്, റിസ്ക്. ഇതേപോലെ ഈ കൊച്ചു ചെങ്ങന്നൂരിൽ ഒരു 15-20 വർഷം കഴിയുമ്പോൾ കുറെ മില്യനേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ, ഇറ്റ്സ് എ അറ്റംപ്റ്റ്, ഇറ്റ്സ് റൈറ്റ്, മേബി ഐ വിൽ ഫെയിൽ, ബട്ട് പറ്റിയാൽ ഇറ്റ് വിൽ ചേഞ്ച് ദ സൊസൈറ്റി. ഇല്ലെങ്കിൽ ഒരു തലമുറ ഉണ്ടാക്കി വെച്ചത് അടുത്ത തലമുറയ്ക്ക് കത്തിച്ചു കളയാനേ പറ്റുള്ളൂ, അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് 2 തലമുറയ്ക്ക് മുകളിലോട്ട് മെജോറിറ്റി കയറി പോകാത്തത്. സെൽഫ് മെയ്ഡ് മില്യനേഴ്സ് എങ്ങനെ ചെയ്തു, എന്തിന് ചെയ്തു, ഇനി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ പൈസയുടെ ഇമ്പോർട്ടൻസ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ 0.023% മാത്രമേ ഉള്ളൂ മില്യനേഴ്സ്. ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാരുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ നഴ്സുമാരും ഡോക്ടർമാരും, ലോകത്തിന് ആവശ്യമുള്ള സ്കിൽ സെറ്റ് പഠിപ്പിച്ച് വിട്ട ആളുകൾ ഏറ്റവും കൂടുതലുള്ള നമ്മളാണ്. ബട്ട് നമുക്ക് മില്യനേഴ്സിന്റെ എണ്ണത്തിൽ മാത്രം ഇതിന് ക്ഷാമമാണ്. ഒന്ന് കമ്പയർ ചെയ്യാണ്, സ്വീഡൻ മറ്റൊരു ചെറിയ രാജ്യമാണ്, പോപ്പുലേഷൻ കുറവാണ്. They are 5.86%. അവരെല്ലാം ഏറ്റവും വലുത്. ലക്സംബർഗ് ആണ് 14%. എന്ന് വെച്ചാൽ 10ൽ ഒരാൾ മില്യനെയർ. 10ൽ ഒരാൾ. ഇന്ത്യയിൽ ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടായിട്ട് 3,26,000 പേരെങ്ങാണ്ട മില്യനേഴ്സ്. നിങ്ങളുടെ തന്നെ ചുറ്റുവട്ടത്ത് എത്ര ഡോളർ മില്യനേഴ്സ് ഉണ്ടാവും? രൂപയിലെ മില്യൻ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ. അത് ഒരുപാട് പേര്. ഡോളർ മില്യനേഴ്സ്, വേൾഡ് റെക്കഗ്നൈസ്ഡ് ഡോളർ മില്യനേഴ്സ് ഇന്ത്യയിൽ 3,26,000 പേരുണ്ട്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എത്ര പേര് കാണും? ഒന്ന് ആലോചിച്ചു. വളരെ കുറവാണ്. നമ്മളെല്ലാരും പഠിക്കുന്നതും നമ്മളോട് പറഞ്ഞു തന്നതും ചെയ്യുന്നതും കറക്റ്റ് ആണ് എങ്കിൽ ആ ക്ലാസ്സിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയി ഉറക്കം അടച്ച് പഠിച്ച് പരീക്ഷ എഴുതി 100 വാങ്ങുന്ന കുട്ടികൾ അവിടെ എത്തണ്ടേ? പ്രോബ്ലം എന്താ? അവരെ കളിയാക്കൽ. എന്റെ കൂടെ അന്ന് പഠിച്ച അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച കുട്ടികൾ ഇന്നും സ്ട്രഗിൾ ചെയ്ത് ഞാൻ കാണും. അവർ പഠിക്കാനിട്ടോ സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനിട്ടോ അല്ല. ചില പിള്ളേരൊക്കെ ഈ പറയുന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ടോ, ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കാലിന് അടി വെള്ളം വെച്ചിട്ട് പഠിച്ച പിള്ളേരുണ്ട്. കാരണം കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും ടോപ്പ് 10 ഇല്ല ഇന്ത്യയിൽ. ഒന്ന് ആലോചിച്ചു, ദാരിദ്ര്യം. ഞാൻ പഠിക്കുന്ന കാലത്ത് അണ്ണാ യൂണിവേഴ്സിറ്റി വാസ് ഇൻ ടോപ്പ് 10 ഇന്ത്യയിൽ. വാസ് ഹാർഡ്. ഇവിടുന്ന് പോകുന്ന ആൾക്കാർ മെജോറിറ്റി അരിയർ കൊണ്ടവരാണ്. But if you decide you are going to do something, you will. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ട് എങ്കിൽ അതിനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടുപിടിക്കും. ലാസ്റ്റ് 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന നിരത്തി വരും. ഏതൊക്കെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി വന്നു നോക്കും. ലാസ്റ്റ് 3 വർഷത്തിൽ വരാത്തത് ഏത്? അതെന്തായാലും പറയാം. അത് എന്തിനാ പഠിച്ചതെന്നോ എന്ന് എനിക്കറിയില്ല. ഷോർട്ട് ഇൻറ്റേഴ്സ് ഇക്വേഷൻ 13-14 പേജ് ഉണ്ടായിരുന്നു എന്റെ കൈ.
ഇത് ഞാൻ എവിടെ ഉപയോഗിച്ചതിന് ശേഷം ബട്ട് അതേപോലെ വിഴുങ്ങി അതേപോലെ വിഴുങ്ങി. അങ്ങനെ ചെയ്യാം. ബട്ട് അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റ് കഷ്ടത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ആദ്യം തന്നെ ചോദിച്ചത് നിങ്ങളുടെ കുടുംബത്തിലെ ആ ഫാമിലി ട്രീയില് അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നല്ലത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയാൻ ആംബിയുള്ള എത്ര കുട്ടികളുണ്ട്? അതാ കുറവാ. എന്നാൽ അതാ കുറെ നേരം വായിക്കാതെ അതാ കുറച്ചു പേർ പിന്നീട് വന്നുണ്ടല്ലോ. നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് കേട്ടു. ബട്ട് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ച ഒരുപാട് ആളുകളുണ്ട്. 10, 20, 30, 40 വർഷം ഒരേ കാര്യം ചെയ്ത് എനിക്കത് അറിയാമെന്ന് തെളിയിച്ച് വിജയിച്ചവർ. അവരെഴുതി ഒരുപാട് ബുക്കുകളുണ്ട്, ചെറിയ ചെറിയ വിലകളുണ്ട്. യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, ഈ പേര് എഴുതിയുണ്ട്, സ്വീഡിഷ് ഇൻവെസ്റ്റർ. ഈ പറഞ്ഞ നാട്ടുകാരൻ സ്വീഡൻ, സ്വീഡിഷ് ഇൻവെസ്റ്റർ. ലോകത്തുള്ള ഒരുപാട് എല്ലാ ബുക്കുകൾ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചുള്ള ബുക്കുകൾ 15-20 മിനിറ്റിൽ പുള്ളി സമ്മറൈസ് ചെയ്തു തരുന്നുണ്ട്. What else do you need? See, ഒരു സിനിമ കാണാൻ പോകുന്ന ആള് 2.5 മണിക്കൂർ ആ സിനിമയ്ക്ക് വേണ്ടി പോകുന്നു. വണ്ടി ഓടിച്ച് പോകുന്ന 1.5 മണിക്കൂർ, തിരിച്ചു വരാൻ 1.5 മണിക്കൂർ, അതിന് കൊടുക്കാൻ കാശ്. എന്ത് ബോറാണ്. ഈ പിള്ളേരെ കാണാൻ ബസ് വിളിച്ചാ പോകുന്നത്, അത് അഭിനയിക്കാൻ വന്നിറങ്ങുന്നത് ബെഞ്ചിലും. Why? ആലോചിച്ച് നോക്കൂ. Everyone is after entertainment. Bro, ഞാൻ മെന്റർ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയുണ്ട്, അങ്ങനെ കണ്ടിട്ടില്ല, ഓൺലൈനാണ്. പുള്ളിക്കൊരു ചാനൽ യൂട്യൂബിൽ, വാല്യൂറ്റൈൻമെന്റ്. എന്റർടൈൻമെന്റ് അല്ല, വാല്യൂറ്റൈൻമെന്റ്. നിങ്ങൾ പുതുതായി ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ യു ത്രൈവ്. പഴയ പഠിച്ച സാധനങ്ങളിൽ തന്നെയാണ്